Hi friends, welcome to Ryan's Kitchen. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില്ലി കപ്പയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ചില്ലിക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ കപ്പ ക്ലീൻ ചെയ്ത് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അധികം വെന്ത് പോവരുത്, ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ഇനി വേവിച്ചെടുത്തിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ കപ്പ ഇങ്ങനെ ഇത്രയും വെള്ളം ഒഴിച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെന്ത് വരുമ്പം കാണാം. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ച കപ്പ വെന്ത് കുഴയാൻ പാടില്ല, ഇങ്ങനെ ഒരു ഞെക്ക് കൊള്ളും. ആ ഒരു പരുവത്തിൽ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പൊ ഇനിയിപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കാണിക്കാം. ഇപ്പൊ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതില് ഇത്തിരി എണ്ണ ആഡ് ചെയ്യുവാണ്. നമ്മൾ ചില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ ചിക്കൻ വറുത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ഈ കപ്പയൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് മൊത്തം എടുത്ത് വെച്ചേക്കുന്നത്. അതിലൊരു കുറച്ച് ഈ എണ്ണയിലേക്ക് ആഡ് ചെയ്യുവാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഇട്ടു, പൊടി കരിയാതിരിക്കാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഞാൻ ആ കപ്പ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ട് വെള്ളം പോയിരിക്കുന്ന കപ്പ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇതിപ്പോൾ നല്ലൊരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം നല്ലൊരു മണം വരും. എനിക്കിപ്പം മണം വന്നോ റോഷ, എങ്ങനെയുണ്ട് റോഷ എന്ന് ചോദിക്കാൻ പറ്റില്ല, കാരണം റോഷ വയ്യാണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ തന്നെ ഇന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. നല്ല ബോറായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യുവാണ്. ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആ മുളക് പൊടിയൊക്കെ ഒന്ന് ഇതിലോട്ടൊന്ന് പിടിക്കട്ടെ. ഇപ്പം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കപ്പ ഈ ഒരു വേവിൽ കൂടുതൽ ആവരുത്. വെന്തു പോയാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവില്ല. അപ്പം നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കോരിയെടുക്കാം. അപ്പോൾ കോരി മാറ്റി ആ സെയിം പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കറക്റ്റ് 1 ടേബിൾ സ്പൂൺ. ഒരു ഇത്തിരി കൂടി ആഡ് ചെയ്യുവാണ്. ഒരു 1.25 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഓരോ ടീസ്പൂൺ ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇപ്പം നല്ല ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അന്നേരം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ ചില്ലി, 2 ഗ്രീൻ ചില്ലിയാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്, അതുകൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രീൻ ചില്ലിയും ജിഞ്ചറും ഗാർലിക്കും മാത്രം നന്നായിട്ട് മൂത്താൽ മതി. പിന്നെ ഈ ചില്ലി കപ്പയിലേക്ക് ബാക്കി ആഡ് ചെയ്യുന്ന സവോളയും ക്യാപ്സിക്കും ഒന്നും അധികം മൂക്കണ്ട. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ മതി. ഒരു നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇതിന്റെ കളറൊക്കെ മാറി. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുമുണ്ട്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ഓനിയൻ ആഡ് ചെയ്യുവാണ്. ഒരു 2 സവോള ഒരു വലിയ സവോള ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞേക്കുന്നതാണ്. അത് മൊത്തം ആഡ് ചെയ്ത് ഒരൊറ്റ സവോളയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞേക്കുന്നതാണ്. അപ്പം അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പ്. ഒരു
2 മിനിറ്റ് ഇങ്ങനെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ 3 കളറ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കുറേശ്ശെ ഭാഗം, ഒരു 1/4 ഭാഗം വെച്ച് 3ൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പം കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ എടുത്ത്. പച്ചയും മഞ്ഞയും ചുമലയും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ക്യാപ്സിക്കം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സവോളയൊന്നും അധികം മൂത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടി വന്നതേ ഉള്ളൂ. പിന്നെ ഈ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് കിടന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആയിക്കോട്ടെ. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം ഒനിയനും ഒക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്നും ആയിട്ടില്ല, പക്ഷെ അത് മതി. അപ്പം നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി, ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൽ ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് നോക്കാം, എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇനി ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പം ഇതൊന്ന് നന്നായിട്ട് മൂത്തോട്ടെ. ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ടൊന്നും കണ്ടുപിടിച്ച സാധനമല്ല കേട്ടോ. ഞാനൊരു 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റോഷൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞാവയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പം ഞാൻ ആദ്യമായിട്ട് അന്നേരം കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അന്ന് തൊട്ട് ആരാണ്ട് എന്നോട് പറയുകയും ചെയ്തു, 1-2 പേരും നിനക്കിതൊരു റെസിപ്പി ആക്കാമല്ലോ എന്ന്. അപ്പം ഞാൻ അതാണ്, അല്ലാതെ എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല. ആ ഒരു ടേസ്റ്റ് വെച്ച് അത് ഇൻസ്പയർ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പം നമുക്കതിലേക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല കളർഫുള്ളായില്ല. ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല, നല്ല കളറുള്ള ചില്ലി പൗഡറായിരുന്നു. അതുകൊണ്ട് ഇതിപ്പം അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മതി ഒരു വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഉപ്പിച്ചിരി കുറവാണ്, ഞാനൊരു തുള്ളി ഉപ്പൂടെ ആഡ് ചെയ്യുവാണ്. അത്യാവശ്യം എരിവുണ്ട്, എന്നാലും നമുക്ക് ആ പെപ്പറിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ പെപ്പർ കൂടെ ആഡ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ എരിവ് നിങ്ങൾക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചേക്കുവാണ്. ഇനിയിപ്പം ഞാനിത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചേക്കുന്നതാണ്. അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കലക്കി വെച്ചേക്കുന്നത്. അതിപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. അത് ഫുള്ളായിട്ട് അങ്ങനെ ഒഴിച്ചേക്കാം. മിക്സ് ചെയ്ത് കൊടുത്തോട്ടെ. അപ്പം ആ കോൺഫ്ലവറിൻ്റെ പച്ചമണവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്കിനി ഫൈനലായിട്ട് കപ്പ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മുറ്റ ടേസ്റ്റ് ആട്ടോ. അവിടുന്ന് കഴിച്ച സാധനം സൂപ്പറായിരുന്നു. എൻ്റെ മനസ്സിലൊന്നും ഇങ്ങനൊരു ചിന്ത പോയിട്ടേ ഇല്ല. ഞാനത് ആദ്യമേ കഴിച്ചപ്പോൾ ഞാൻ ഓർത്തു അത് ചില്ലി ചിക്കൻ ആയിരിക്കും എന്ന് ഓർത്താ കഴിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് കപ്പയാണ്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കപ്പയിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആ ജസ്റ്റ് ചെറുതായിട്ട് വറുത്ത് വെച്ചേക്കുന്ന കപ്പ ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുണ്ട്, നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കപ്പ പൊടിയരുത്, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കപ്പ ഒരെണ്ണം പൊടിഞ്ഞു പോയാലോ അത് ആ ഒരു ഭംഗി അങ്ങ് പോവും. അപ്പം നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കതിലേക്ക് ഒരിത്തിരി സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലില്ല, ഇപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ മേടിക്കാനൊന്നും പോകണ്ട, ഉള്ളത് വെച്ചങ്ങ് ഉണ്ടാക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇത് അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം കെച്ചപ്പ് മാത്രമല്ലേ ഉള്ളൂ, സ്പ്രിംഗ് ഒനിയനും ബാക്കി എല്ലാ സാധനവും നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതല്ലേ. അതിപ്പോൾ ഇല്ലാന്നോർത്ത് കുഴപ്പമില്ല, അത് ഉള്ളത് വെച്ചങ്ങ് ഉണ്ടാക്കുക.
ഇനിയിപ്പം ഞാൻ ഫൈനലായിട്ട് ഒരു തുള്ളി സോയാ സോസ് കൂടി ഒന്ന് ആഡ് ചെയ്യുവാണ്. ഒരു കുറച്ചുകൂടി ഒരു ചെറിയ ഫ്ലേവറിൻ്റെ ഒരു കുറവുണ്ട്, മതി, ഒരു ഇത്തിരി ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചില്ലി കപ്പ. അപ്പോൾ ഞാനിത് ഇനി പ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചില്ലി കപ്പ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.